ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ രാവിലെ തന്നെ നൂഡിൽസൊക്കെ കഴിച്ച് ഒരു സാധനം തുടങ്ങാമെന്ന് കരുതി. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതും ഒരു A4 പേപ്പർ ട്രിമ്മറായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയ കുറച്ച് ലാഭത്തിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ മാറ്റി വെക്കുമല്ലോ, അതിൽ നിന്ന് ഞാൻ ഒരു പേപ്പർ ട്രിമ്മർ വാങ്ങിയതാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിനോട് പൈസ ഉണ്ടാക്കി ഇങ്ങനെ ഒരു സാധനം വാങ്ങണേ. അപ്പം അതിൻ്റേതായ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് ഈ ഒരു ബോക്സിലായിട്ടാണ് വന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഒരു ബിഗ് ബില്യൺ സെയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ നിന്നായിട്ട് വാങ്ങിയതാണ്. 745 അങ്ങനെ എന്തോ ആണ്, 750 താഴെയാണ് ഏതായാലും. അങ്ങനെ അത് ഒരാഴ്ച ഒരു 10 ദിവസമോ അങ്ങനെ എന്തോ എടുത്താണ് ഇവിടെ വീട്ടിലെത്താൻ. ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഇവിടെ വീട്ടിലെത്തിയപ്പം ഞാൻ ഓരോട് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞതാണ്. അങ്ങനെ പൊട്ടിക്കാണ്ട് വെച്ച് ഞാൻ രാത്രി തന്നെ പൊട്ടിച്ചേനും. പിന്നെയാണ് രാവിലെ വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അങ്ങനെ ഈ ഒരു പേപ്പർ കട്ടറാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇതിലെ ഈ ഫോട്ടോ കണ്ടില്ല, മെറ്റൽ സ്ട്രക്ചർ, ആ ഒരു സാധനമാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിപ്പം A4 താഴെയുള്ള ഏത് സൈസ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഏത് ചെറിയ ഇത് വേണമെങ്കിൽ നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ കഴിയും. ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്ത് ഞാനൊരു പരിവായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വാങ്ങാമെന്ന് കരുതിയത്. വാങ്ങുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയിൽ നമ്മൾ വാങ്ങണ്ടേ. ഞാൻ ആദ്യം പ്ലാസ്റ്റിക് ട്രിമ്മറൊക്കെ വാങ്ങാമെന്ന് കരുതിന്. അത് പിന്നെ വേഗം നാശമാവും, പേപ്പറൊന്നും അധികം ഇതാവില്ല, നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും പേപ്പറിന് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ ഈ ഇങ്ങനെ ഒരു ചെറിയൊരു ഹാൻഡിലുണ്ട്, അതിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആക്കലാണ് പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മെറ്റൽ ബേസിൻ്റെ ബാക്കിലോട്ടേക്ക് പോരുകയാണെങ്കിൽ ഒരു ക്ലം അവിടെ വെച്ചേക്കുന്നുണ്ട്. അത് ഒരു കാന്തത്തിൻ്റെ ഒരു ക്ലമ്മാണ്. അത് നമ്മൾ ഈ പേപ്പറൊക്കെ കട്ട് ചെയ്യുമ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത്. അത് നമ്മളിപ്പോൾ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചാൽ അവിടെ നേർക്കായിട്ട് നിന്നോളും, അനങ്ങൊന്നുമില്ല. ഇനി നമുക്ക് ഒരു പേപ്പർ കട്ട് ചെയ്ത് നോക്കാം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അങ്ങനെ ഞാനൊരു A4 ഷീറ്റാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു സാധാ A4 ഷീറ്റാണ് ഇത്. എൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലം ഇതേ ഉള്ളൂ. ഇതിൽ പറഞ്ഞേക്കുന്നത് 300 mm × 250 mm കേപ്പബിൾ ആണ് എന്നാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ പോലെ തന്നെ പേപ്പർ അവിടെ കറക്റ്റ് വെച്ചാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു ക്ലം വെച്ച് ഇനി പ്രസ് ചെയ്യാൻ പോവാണ്. ഇത് ബാക്കിയുള്ള ഒരു എഫേർഡായിട്ടുള്ള മറ്റ് ഈ പ്ലാസ്റ്റിക് ട്രിമ്മറൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ല സിമ്പിളാണ്. ഒന്ന് താത്തിയാൽ വേഗം കട്ടാവും, നല്ല ഷാർപ്പായിട്ട് കട്ടാവും. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ കട്ടായിക്കോളും. ഇനി നമുക്ക് ആ പേപ്പർ എടുക്കണമെങ്കിൽ ആ ക്ലം ഒന്ന് പൊന്തിച്ചാൽ മതി, വേഗത്തിൽ എടുക്കാനും കഴിയും. പിന്നെ ഈ ഹാൻഡിലിൻ്റെ ഒക്കെ താഴെ ആയിട്ടൊരു ലോക്ക് വന്നതാണ്. അത് ഈ ഹാൻഡിൽ നമുക്ക് നേരെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ അത് തുറക്കുമ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്കറിയില്ല, ഞാൻ പിടിച്ച് വലിച്ചൊക്കെ ചെയ്ത്. പക്ഷെ എൻ്റെ ഒപ്പം പറഞ്ഞ് അത് അങ്ങനെയല്ല, അവിടെ ഒരു ലോക്ക് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പിടിപ്പിച്ചാൽ നമ്മൾ സാധാ പോലെ ആവും. പിന്നെ അത് ലോക്ക് തുറക്കാൻ കുറച്ചൊന്ന് വിട്ടിട്ട് പൊന്തിക്കാം, ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല പ്രൊഡക്റ്റാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക്, അത് ചെക്കൗട്ട് ചെയ്യാം. ഇപ്പം കുറച്ച് വില അധികം വില ഒന്നും കൂടില്ല, ഒരു 800 750 ഒക്കെ ഇടയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.